ശാസ്ത്രബോധത്തിന്റെയും സ്വതന്ത്ര ചിന്തയുടെയും ആഗോളവേദിയായ ലിറ്റ്മസ് 2025 ലോകത്തിലെ ഏറ്റവും വലിയ നാസ്തിക സമ്മേളനമായി ഒക്ടോബർ 19 എറണാകുളം രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ അരങ്ങേറുന്നു. ലിറ്റ്മസ് 25 എന്ന് പറയുന്ന എസൻസ് ഗ്ലോബലിന്റെ വാർഷിക സമ്മേളനമായ പരിപാടിയുടെ വിവരങ്ങൾ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ നാസ്തിക സമ്മേളനം എന്നുള്ള ഒരു ടൈറ്റിലാണ് ഈ പരിപാടി നടത്തുന്നത്. ഇതിന്റെ വിശദാംശങ്ങൾ പറയാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുന്നത് എസൻസ് ഗ്ലോബലിന്റെ പ്രസിഡന്റായ പ്രവീണാണ്. ദ ട്രഷറർ പ്രമോദ് എഴുമറ്റൂർ, ദ പ്രോഗ്രാം കമ്മിറ്റി കോർഡിനേറ്റർ ബെന്നി വർഗീസ്, എൻ്റെ പേര് റുജു. ഞാൻ പരിപാടിയുടെ വിശദാംശങ്ങൾ പറയുന്നതിന് വേണ്ടിയിട്ട് പ്രവീണിനെ ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ എസൻസ് ഗ്ലോബലിൽ നിന്നാണ്. നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 51H പ്രകാരം സ്പിരിറ്റ് ഓഫ് എൻക്വയറിയും നമ്മുടെ ശാസ്ത്രപരതയും സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് എസൻസ് ഗ്ലോബൽ. അത് നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയുടെ പല ബാക്കിയുള്ള സ്റ്റേറ്റിലെ നമ്മുടെ ബാംഗ്ലൂർ, ചെന്നൈ പോലെയുള്ള സിറ്റികളിലും ഇന്ത്യക്ക് വെളിയിലും നമ്മൾ ഇതിനു വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പം 2018 മുതലാണ് നമ്മൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ആദ്യ ലിറ്റ്മസ് 2018 തിരുവനന്തപുരത്ത് നടന്നത്. പിന്നെ 2019 കോഴിക്കോട്. പിന്നീടുള്ള 2 വർഷം കോവിഡിൻ്റെ ഒരു പ്രോട്ടോക്കോളിൻ്റെ ഒക്കെ ഉണ്ടായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റിയില്ല. 2022 എറണാകുളത്തും 23 തിരുവനന്തപുരത്തും 24 കോഴിക്കോടും നടത്തുകയുണ്ടായി. ഈ വർഷം 2025 ഈ വരുന്ന ഞായറാഴ്ച നമ്മുടെ രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയം, അതിൽ കടവന്ത്രയിലുള്ള രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ പരിപാടി നടക്കുകയാണ്. അതിൽ നമുക്ക് പ്രധാനമായിട്ടും 3 ഡിബേറ്റുകളാണ് ഉള്ളത്. പിന്നെ 3 പ്രസന്റേഷൻസ് ഉണ്ട്. ഒരു 4 പാനൽ ഡിസ്കഷൻസ് ഉണ്ട്. പിന്നെ പബ്ലിക് ഇന്ററാക്ഷൻ പ്രോഗ്രാം 3 ഉണ്ട്. പിന്നെ ഒരു ടോക്ക് ഷോയും ഉണ്ട്. അങ്ങനെ മൊത്തം 14 പ്രോഗ്രാംസ് ആണ് നമ്മുടെ ചാർട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ നമുക്ക് ആദ്യത്തെ ഡിബേറ്റ് എന്ന് പറയുന്നത് ഹോമിയോ കപടമോ എന്നുള്ള ഒരു ഡിബേറ്റാണ്. അതിൽ ആരിഫ് ഹുസൈനും പി സാബിൽ രാജുവാണ് പങ്കെടുക്കുന്നത്. രണ്ടാമത്തെ ഡിബേറ്റ് ഭീതി ദിവസം അനുസ്മരിക്കണമോ, അത് ശ്രീജിത്ത് പണിക്കരും രവിചന്ദ്രൻ സിയുമാണ് ആ ഡിബേറ്റിൽ ചെയ്യുന്നത്. മൂന്നാമത്തെ ഡിബേറ്റ് ഗാസയിൽ വംശഹത്യയോ, അത് സി രവിചന്ദ്രനും അഡ്വക്കേറ്റ് അസ്കറുമാണ് ഉള്ളത്. ഇതിൻ്റെ പ്രോഗ്രാം രജിസ്ട്രേഷൻ എല്ലാം ഞങ്ങളുടെ വെബ്സൈറ്റിലാണ് ഉള്ളത്. essensglobal.com എന്ന വെബ്സൈറ്റിൽ നമുക്ക് പ്രോഗ്രാം രജിസ്ട്രേഷൻ ഉണ്ട്. 480 രൂപയാണ് ഇതിന് ടിക്കറ്റിൻ്റെ ചാർജ്. 350 രൂപ വിത്തൗട്ട് ഫുഡുമാണ് ടിക്കറ്റ് നിരക്ക്. രാവിലെ 8:30 മുതൽ വൈകുന്നേരം ഒരു 7 മണി വരെയാണ് നമ്മുടെ പ്രോഗ്രാം നമ്മൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങളെ ഈ വിവരം ഒന്ന് അറിയിക്കാനാണ് നമ്മൾ ഈ പ്രസ് മീറ്റ് നടത്തിയത്. പിന്നെ ഈ പ്രോഗ്രാമുകൾ നടത്തുന്നതിന് ഉപരിയായിട്ട് നമ്മൾ എസൻസ് എല്ലാ വർഷവും ഇങ്ങനെയുള്ള ശാസ്ത്ര പ്രചാരകർക്കുള്ള അവാർഡുകൾ നമ്മൾ കൊടുക്കാറുണ്ട്. കഴിഞ്ഞ വർഷം നമ്മുടെ പ്രിയ കവി കുരീപ്പുഴ ശ്രീകുമാറിനാണ് നമ്മൾ എസൻസ് അവാർഡ് കൊടുത്തത്. അതിൻ്റെ ഡീറ്റെയിൽസ് വിശദമായിട്ട്, അവാർഡിൻ്റെ ഡീറ്റെയിൽസ് പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ മീഡിയ റെപ്രസെൻറ്റേറ്റീവ് റിജിസ്റ്റേട്ടന് കുറച്ചും കൂടി വിശദമായിട്ട് നിങ്ങളോടത് പറയും. ഉദ്ഘാടനമായിട്ടില്ല. നമ്മൾ രാവിലെ 8:30 മണിക്ക് തുടങ്ങി 7:30 മണി വരെ കണ്ടിന്യൂസ് ആയിട്ടുള്ള 11 മണിക്കൂറോളം വരുന്ന ഒരു ശാസ്ത്ര സ്വതന്ത്രചിന്ത ഇവന്റാണ്. ഇത് ലോകത്തിൽ തന്നെ അപൂർവങ്ങളിൽ അപൂർവമാണ്. അത്ര ഇതിന്റെ ഓരോ ഷെഡ്യൂൾ നോക്കിയാൽ കാണാം. ഹോമിയോ, മാർക്സിസം ലെനിനിസം, പ്രത്യയശാസ്ത്ര, അന്ധവിശ്വാസങ്ങൾ, ജൈവകൃഷി, വിവിധ മേഖലകൾ സ്പർശിച്ചു കൊണ്ടുപോകുന്ന ഇത്ര ഒരു പരിപാടി ഞങ്ങൾ ഇതിന്റെ സംഘാടകരായതുകൊണ്ട് പറയല്ല, ഇന്ത്യയിലല്ല ലോകത്തിൽ തന്നെ അപൂർവങ്ങൾ അപൂർവമാണ്. ഇതുപോലെ നാസ്തികർ എന്ന ടൈറ്റിൽ ലോകത്തിൽ തന്നെ അപൂർവമായി നടക്കുന്ന പരിപാടിയാണ്. അപ്പൊ അതിന്റെ ഭാഗമായി നമ്മൾ ചില അവാർഡുകൾ കൊടുക്കാറുണ്ട് എല്ലാ വർഷവും. എസൻസിന്റെ ഈ വർഷത്തെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് തസ്ലീമ നസ്രീനാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, പ്രശസ്തയായ ബംഗ്ലാദേശ് എഴുത്തുകാരി. ലജ്ജ എന്ന നോവൽ എഴുതിയതിനെ തുടർന്ന് വലിയ ഭീഷണികൾ നേരിട്ട് വന്നു. അവർ 30 വർഷത്തോളം ഏകദേശം പ്രവാസ ജീവിതം നയിക്കുകയാണ്. നമ്മുടെ ഇന്ത്യയിൽ അഭയം വന്നു. ബുദ്ധദേവ് സർക്കാരിന്റെ ബംഗാൾ ഗവൺമെന്റിൽ നിന്നും അവർക്ക് വലിയ പീഡനങ്ങളാണ് ഉണ്ടായത്. അവർ പലതവണ മർദ്ദിക്കപ്പെട്ടു, ആക്രമിക്കപ്പെട്ടു. അപ്പൊ ഇന്നും ഒരു അടിച്ചമർത്തപ്പെട്ടവരുടെ ശബ്ദമായും സ്ത്രീ ശാക്തീകരണത്തിനായി പ്രവർത്തിക്കുന്ന തസ്ലീമയാണ് നമ്മൾ ഈ അവാർഡിനായിട്ട് പരിഗണിച്ചിരിക്കുന്നത്. തസ്ലീമ നസ്രീൻ വരുന്നുണ്ട്. തസ്ലീമ നസ്രീൻ ഇവിടെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. അവർക്ക് അവാർഡ് കൊടുക്കുന്നത് പ്രൊഫസർ TJ ജോസഫാണ്. നമ്മുടെ അധ്യാപകൻ, കൈപ്പത്തി വെട്ടിമാറ്റപ്പെട്ട അധ്യാപകൻ പ്രൊഫസർ TJ ജോസഫാണ് തസ്ലീമ നസ്രീന് അവാർഡ് കൊടുക്കുന്നത്.
പിന്നെ രണ്ടാമത്തുള്ള നമ്മുടെ അവാർഡ് ഫ്രീ തിങ്കർ ഓഫ് ദ ഇയർ എന്നുള്ളതാണ്. അത് ഡോക്ടർ ആരിഫ് ഹുസൈൻ തിരുവത്തിനാണ്. എക്സ് ഡോക്ടറാണ്, ഹോമിയോപ്പതി. അദ്ദേഹത്തെ എല്ലാവർക്കും പരിചയമുണ്ടാവും. അദ്ദേഹം നിരന്തരമായി ഫേസ്ബുക്കിലൂടെ യൂട്യൂബിലൂടെ ഒക്കെ മതവിമർശനം ശക്തമായി നടത്തുന്ന ആളാണ്. അദ്ദേഹത്തിനാണ് ഈ വർഷത്തെ ഫ്രീ തിങ്കർ ഓഫ് ഇയർ അവാർഡ് കൊടുത്തിരിക്കുന്നത്. തസ്ലീമ നസ്രീന് 50,000 രൂപയുടെ അവാർഡും എസൻസിന്റെ മെഡാലിയനുമാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ആരിഫ് ഹുസൈന് 30,000 രൂപയുടെ അവാർഡാണ്. പിന്നെ നമ്മൾ കൊടുക്കുന്ന 2 അവാർഡുകളാണ് യങ് ഫ്രീ തിങ്കർ ഓഫ് അവാർഡ് എന്നുള്ള അവാർഡുകൾ. അത് കൊടുത്തിരിക്കുന്നത് പ്രസാദ് വേങ്ങര, രാകേഷ് വി എന്ന് പറയുന്ന 2 ചെറുപ്പക്കാർക്കാണ്. അവർക്കും 25,000 രൂപ വീതമുള്ള അവാർഡാണ്. പിന്നെ നമ്മൾ കൊടുക്കുന്ന 3ാമത്തെ അവാർഡാണ് സമൂഹത്തിൽ ശാസ്ത്ര പ്രചാരണം വളർത്താൻ ഉതകുന്ന പ്രവർത്തനങ്ങൾ മുൻനിർത്തി ചില വ്ളോഗർമാർക്ക് നമ്മൾ അവാർഡ് കൊടുക്കുന്നുണ്ട്. അത് ഒന്ന് നമ്മുടെ വിജയകുമാർ ബ്ലാത്തൂർ, ഒരുപാട് വീഡിയോകൾ നിങ്ങൾക്ക് കാണാം, പ്രാണികളെക്കുറിച്ചും പക്ഷികളെക്കുറിച്ചും കൊടുക്കുന്ന വ്ളോഗർ. അതുപോലെ ചന്ദ്രശേഖർ രമേശ്, ലൂസി എന്ന ശാസ്ത്ര ചാനലിലൂടെ നിരന്തരം ഡിബേറ്റുകളും സംവാദങ്ങളും നടത്തുന്ന ചന്ദ്രശേഖർ രമേശ്. അതുപോലെ വിഷ്ണു വാസുദേവ്. ഇങ്ങനെ ഈ 3 പേർക്കാണ് അവർക്കും 10,000 രൂപ വീതമുള്ള അവാർഡാണ് കൊടുക്കുന്നത്. ഇങ്ങനെ ഈ പരിപാടി എന്ന് പറഞ്ഞാൽ ലോകത്തിലെ അപൂർവങ്ങളിൽ അപൂർവമായ പരിപാടിയാണ്. രാവിലെ മൊത്തം 1,60,65,000 രൂപയുടെ അവാർഡ് തന്നെ കൊടുക്കുന്നുണ്ട്. തസ്ലീമയ്ക്ക് 50,000, ആരിഫിന് 30, മറ്റേത് 2 പേർക്കായിട്ട് 25,000 രൂപ, പിന്നെ ബ്ലോഗർമാർക്ക് 10,000 രൂപ വെച്ച് മൊത്തം 1,60,65,000 രൂപയുടെ അവാർഡ് കൊടുക്കുന്നുണ്ട്. രാവിലെ 8:30 മണി മുതൽ വൈകുന്നേരം 7 മണി മുതൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള പരിപാടികളാണ് നടക്കുന്നത്.